ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ആപ്സ് ചാരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അപർണ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ വെയിറ്റ് ലോസ് ജേണിയാണ് കേട്ടോ. അപ്പം കുറച്ച് നാൾ മുന്നേ ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേണി ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോർട്സിലാണ് ഇട്ടിരുന്നത്. അപ്പം അതിനകത്ത് കുറച്ച് പേര് കമൻറ്റ് ചെയ്തായിരുന്നു, ഒന്ന് പറയുമോ എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു വ്ളോഗ് അല്ലെങ്കിൽ എൻ്റെ ഈ ജേണി സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ മെയ് 1 കേട്ടോ. മെയ് 1 തൊട്ട് ഓഗസ്റ്റ് 7th 8th വരെ ആയിരുന്നു എൻ്റെ ഒരു ജേണി വരുന്നത്. അതൊരു 100 ഡേയ്സ് ആയിരുന്നു കേട്ടോ. 100 ഡേയ്സ് കൊണ്ട് ഞാൻ കുറച്ചത് 10 കിലോയാണ്. അപ്പം അത് എങ്ങനെ എന്നെക്കൊണ്ട് സാധിച്ചു, അല്ലെ അതിന് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നൊക്കെ ഉള്ള ഒരു എന്താ പറയുക, ഒരു വേണമെങ്കിൽ അതിൻ്റെ ടിപ്സ് എന്ന് വേണേൽ പറയാം കേട്ടോ. അങ്ങനത്തെ ഒരു വ്ളോഗാണ് ഇത്. ഒത്തിരി നീട്ടിക്കൊണ്ട് പോകത്തില്ല, വളരെ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു തീർക്കാം. കാരണം ഒരുപാട് നീട്ടിക്കൊണ്ട് പോയാൽ കാണാനും ആ ഒരു എന്താ പറയണേ, ആർക്കും അത് കാണാനൊരു ഇൻട്രസ്റ്റ് കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതെങ്ങനെയാണെന്ന് പറയാം കേട്ടോ. എൻ്റെ ഈ ജേണിയെ പറ്റി ചെറുതായിട്ട് ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ മെയ് 1 ആണ് സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെ 100 ഡേയ്സ് ആണ് ഇത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3-3.25 മാസം, ഏകദേശം 3 മാസത്തിൽ ഇച്ചിരി കൂടെ കൂടുതൽ എടുത്തുകൊണ്ട് ഞാൻ 10 കിലോ കുറച്ചു. അതാണ് എൻ്റെ ഗോൾ. അപ്പോൾ എൻ്റെ സ്റ്റാർട്ടിങ് വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 70 കിലോ ആയിരുന്നു കേട്ടോ. 70 കിലോ എന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ. അപ്പം എന്നിട്ട് ഞാൻ അത് നിർത്തിയത് 60 കിലോ, ഏകദേശം 59.9, അതായത് 60 കിലോയിൽ നിർത്തി. അതായിരുന്നു എൻ്റെ ജേണി കേട്ടോ. ഇപ്പം എൻ്റെ കറണ്ട് വെയിറ്റ് 60 കിലോ തന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തു പോവാം കേട്ടോ. പക്ഷേ അത് ഞാൻ പിന്നെ പറയാം. അപ്പം ഞാൻ ഈ വെയിറ്റ് ലോസിനെ പറ്റി ഞാനിപ്പോൾ പറയാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ജേണി ഞാൻ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നണമെന്നില്ല. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ എന്നെ ചെറിയ ചെറിയ പോയിൻറ്റ്സ് ആയിട്ട് ഞാൻ പറയാം. ഞാൻ പോയിൻറ്റ്സൊക്കെ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇപ്പം ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും ആ ഒരു കാര്യങ്ങൾ മനസ്സിലാകണം. അതുകൊണ്ട് ആണ് ഒരു പോയിന്റ് വിട്ടുപോകാതെ പറയാൻ ഞാൻ മാക്സിമം ശ്രമിക്കുക. ഇനി ഞാൻ അഥവാ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാനത് റിപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ഈ ജേണിയിൽ എൻ്റെ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ നോ യുവർ ബോഡിയാണ്. നമ്മുടെ ബോഡി എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. മനസ്സിലായോ? അപ്പം എല്ലാവരുടെ ശരീരം ഒരുപോലെ ആയിരിക്കത്തില്ല. ഇപ്പം പല അസുഖങ്ങളാണെങ്കിൽ ഒരാൾക്ക് വരും, ഒരാൾക്ക് വരത്തില്ല. വേറൊരു അസുഖം മറ്റേ ആൾക്ക് വരും. അപ്പോൾ എല്ലാവരുടെ ബോഡി ഓരോന്നിനും പല രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഓക്കെ ആണോ എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. അതുപോലെ തന്നെ ഏജിനനുസരിച്ചും അത് വ്യത്യാസം വരാം. ഇപ്പോൾ 20കളിലുള്ള ആൾക്കാരെ പോലെ ആയിരിക്കത്തില്ല 30കളിലുള്ളത്, 40കളിലുള്ളത്. അവരുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരം എങ്ങനെയാണോ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത്, എന്ത് വെയിറ്റ് ലോസ് ആയിക്കോട്ടെ, വെയിറ്റ് ഗെയിൻ ആയിക്കോട്ടെ, എന്താണേലും അതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു ചെക്കപ്പ് നടത്തുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. നമ്മുടെ എന്തെങ്കിലും വൈറ്റമിൻ കുറവുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂട്രീഷൻ ആയിട്ട് എന്തെങ്കിലും കുറവുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇനി നമുക്ക് ഒളിഞ്ഞിരിക്കുന്ന എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കറൻ്റ്ലി നിങ്ങളൊരു അസുഖം ഉണ്ട്, നമുക്ക് അത് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഡയറ്റ് ചെയ്യാമെന്നായിരിക്കണം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. അപ്പം നിങ്ങളുടെ ശരീരത്തിനെ പറ്റി നിങ്ങൾക്ക് നല്ലതായിട്ടുള്ളൊരു ബോധം ഉണ്ടായിരിക്കണം കേട്ടോ, എന്ത് ഡയറ്റ് തുടങ്ങുന്നതിന് മുന്നേ. അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു വെയിറ്റ് ലോസ് ഞാൻ എന്തിനാണ് അത് ചെയ്യുന്നത് എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവണം കേട്ടോ. അല്ല ചുമ്മാതെ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾക്കൊരു ബോധം, ഇപ്പം വേറൊരാൾ പറഞ്ഞിട്ട് നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാനേ പാടില്ല. നിങ്ങൾക്ക് തന്നെ തോന്നണം, ഓക്കെ എനിക്ക് എൻ്റെ വെയിറ്റ് ഇച്ചിരി കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കൊന്ന് കുറയ്ക്കണം, അല്ല എൻ്റെ വെയിറ്റ് കുറവാണ് എനിക്ക് കൂട്ടണം. അങ്ങനെയൊക്കെ ഉള്ള ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്നിട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ അയാൾ പറഞ്ഞു എനിക്ക് വണ്ണമാണ് അതുകൊണ്ട് ഞാൻ വെയിറ്റ് കുറയ്ക്കുക, അങ്ങനെയല്ല. നമുക്ക് തന്നെ തോന്നണം, ശരിയാണ് എനിക്ക് ഇച്ചിരി വെയിറ്റ് കുറയണം എന്ന് എനിക്ക് തോന്നുന്നു, ഇങ്ങനെ എനിക്കിത് അല്ലെ ഒരു ഡ്രസ്സൊന്നും ഇടാൻ പറ്റുന്നില്ല, അല്ലെ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, നടുവേദനയുണ്ട്, ക്ഷീണമുണ്ട്, എനിക്ക് കുറയ്ക്കണം എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ മാത്രമേ ചെയ്യാവൂ. അല്ലാതെ ആരെങ്കിലും പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും വെയിറ്റ് കുറയ്ക്കാൻ നിൽക്കരുത്. അതാ എനിക്ക് രണ്ടാമത്തെ പോയിന്റ് പറയാനുള്ളത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പോയിന്റ്, നിങ്ങളൊരു ഗോള് സെറ്റ് ചെയ്യണം.
ഓക്കെ. ഇപ്പം എൻ്റെ കാര്യം ഞാൻ പറയാം. എൻ്റെ 70 കിലോ ആയിരുന്നു. അപ്പം എൻ്റെ ഹൈറ്റിനനുസരിച്ച് എനിക്ക് വേണ്ട എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 164 സെൻറ്റിമീറ്റർ ആയിരുന്നു. അപ്പം എൻ്റെ ഒരു ഹൈറ്റിനനുസരിച്ച് എൻ്റെ ഒരു ഐഡിയൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 55നും 60ൻ്റെയൊക്കെ ഇടയ്ക്കാണ് എൻ്റെ ഐഡിയൽ വെയിറ്റ് വരുന്നത്. അപ്പം എൻ്റെ ഒരു ആഗ്രഹം ആ ഒരു വെയിറ്റ് എനിക്ക് കിട്ടണം എന്നുള്ളത്. അപ്പം എൻ്റെ ആ ഗോൾ ഞാൻ സെറ്റ് ചെയ്യണം. അതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം. നിങ്ങൾക്ക് എത്രയാണോ ഗോൾ ആ ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു 80 വയസ്സുള്ള 80 വയസ്സല്ല സോറി 80 കിലോ ഉള്ള ഒരാൾ പെട്ടെന്ന് 20 കിലോ കുറച്ച് 60 കിലോ ആകണമെന്ന് ഞാൻ പറയത്തില്ല. അങ്ങനെ അത്രയും ഒരു വെയിറ്റ് ലോസ് പെട്ടെന്ന് കുറയ്ക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ കാര്യം ഞാൻ പറയാം കേട്ടോ. അപ്പം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് നടക്കും. പക്ഷെ നമ്മൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അങ്ങനെ. അപ്പം നിങ്ങൾ ചെറിയ ചെറിയ ഗോൾ സെറ്റ് ചെയ്യുക. അതായത് ഒരു മാസം കൊണ്ട് എനിക്കൊരു 3 കിലോ അല്ലെ 3.5 കിലോ കുറയ്ക്കണം. അതൊരു നല്ല വെയിറ്റ് ലോസ്. അല്ല ഒരു 4 കിലോ കുറയ്ക്കുകയാണെങ്കിലും ഒക്കെ നല്ല ഒരു വെയിറ്റ് ലോസ് ആണ് കേട്ടോ. അല്ല അത് ചാടിക്കയറി ഒരു മാസം കൊണ്ട് എനിക്ക് 10 കിലോ കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കത്തില്ല. നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പം നിങ്ങൾ കഷ്ടപ്പെട്ട് കുറയ്ക്കും. പക്ഷെ അത് കഴിയുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കഴിക്കാനും തുടങ്ങും. അപ്പോൾ അത് വേണ്ട. നിങ്ങൾ ഒരു മാസം കൊണ്ട് ഒരു 3 കിലോ ചെറിയ ചെറിയ ഗോൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം ഞാൻ 100 ദിവസം കൊണ്ടാണ് ഞാൻ 100 ദിവസം കൊണ്ടാണ് 10 കിലോ കുറച്ചത്. അതായത് ഒരു ഏകദേശം പറയുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് ഒരു 3-3.5 കിലോ ആണ് ഞാൻ കുറച്ചത്. അത് വളരെ എന്താ പറയുന്നത് കറക്റ്റായിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് ആണ്. അതായത് ഇപ്പം ഒരു മാസം കൊണ്ട് 10 കിലോ കുറയ്ക്കുന്നതും 100 ദിവസം കൊണ്ട് 10 കിലോ കുറയ്ക്കുന്നതും ഭയങ്കര വ്യത്യാസമാണ്. നമ്മുടെ ബോഡി അതിനെ വളരെയധികം പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. ഒരു മാസം കൊണ്ട് കുറയ്ക്കുമ്പോൾ. പക്ഷെ നമ്മൾ 100 ദിവസം കൊണ്ട് കുറയ്ക്കുമ്പോൾ നമ്മുടെ ബോഡി സ്ലോലി ആയിരിക്കും അത് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബോഡിക്കും അതൊരു പെട്ടെന്നുള്ളൊരു ഷോക്ക് ആവത്തില്ല, പെതിയെ ആകുമ്പോൾ. അപ്പം അത് നിങ്ങൾ ഗോൾ എപ്പോഴും സെറ്റ് ചെയ്യുക. മാക്സിമം ഒരു മാസം 3-3.5 കിലോ കുറയ്ക്കുന്ന രീതിയിൽ ചെറിയ ചെറിയ ഗോളുകളായിട്ട് നിങ്ങളുടെ ഗോളിനെ സെറ്റ് ചെയ്യണം. ഓക്കെ. പിന്നെ ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി. അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഒരു സംഭവമാണ്. അതായത് കൺസിസ്റ്റൻസി ഇല്ലാതെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവും ഇല്ല. മനസ്സിലായോ? നിങ്ങൾ തലകുത്തി നിന്ന് 10 ദിവസം നിങ്ങൾ ഡയറ്റ് ചെയ്തിട്ട് വെറും 2 ദിവസം നിങ്ങൾ വെറുതെ എന്തെങ്കിലും കഴിച്ചാൽ മതി, നിങ്ങളുടെ വെയിറ്റ് തിരിച്ച് അങ്ങനെ തന്നെ വരും. അതുകൊണ്ട് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ഫുള്ളായിട്ട് വേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ അതിന് വേണ്ടി കഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂ. അങ്ങനെ അല്ലേ നമുക്ക് വെയിറ്റ് കുറയത്തുള്ളൂ കേട്ടോ. അതെൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയാം. ഞാൻ ഏകദേശം ഈ തിങ്കൾ മുതൽ വെള്ളി വരെ നല്ല രീതിയിൽ അത്യാവശ്യം ഡയറ്റൊക്കെ ചെയ്യും. പക്ഷേ ശനിയും ഞായറൊക്കെ പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വെളിയിൽ നിന്ന് വാങ്ങിക്കുമോ, അല്ലെ എന്തെങ്കിലും ചിലപ്പോൾ സമയത്ത് കഴിക്കത്തില്ല, അങ്ങനെയൊക്കെ വരും. പക്ഷെ എന്നാലും ഞാൻ മാക്സിമം എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഷുഗറൊക്കെ അധികം കഴിക്കാതൊക്കെ എന്തെങ്കിലും ശ്രമിക്കും ഞാൻ. നിങ്ങൾക്ക് ഒന്നും പറ്റുന്നില്ല, പെർഫെക്ഷൻ. അതാ ഞാൻ പറഞ്ഞത്, കൺസിസ്റ്റൻസി വേണം. പക്ഷെ പെർഫെക്ഷൻ ആകണമെന്ന് ചിലപ്പോൾ നിർബന്ധമില്ല. മനസ്സിലായോ? അതായത് ഇപ്പം എങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം എന്താ പറയുന്നത്, നിങ്ങൾ കറക്റ്റ് അങ്ങ് പെർഫെക്റ്റ് ആവണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. നിങ്ങൾ ഭയങ്കര പെർഫെക്റ്റാണ്, ഒരു തുള്ളി പോലും പഞ്ചസാര തൊടത്തില്ല, അങ്ങനെ അങ്ങ് പെർഫെക്റ്റ് ആവണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നീ മാക്സിമം ഇപ്പം നിങ്ങൾ ഒരു ഫുൾ കപ്പ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ വേണം ഒരു സ്പൂൺ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതോടെ നിർത്തിക്കോണം, അതിൽ കൂടുതൽ കഴിക്കാൻ പോകരുത്. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾ കൺസിസ്റ്റൻസിയിലായിരിക്കണം ഫോക്കസ് ചെയ്യുന്നത്, പെർഫെക്ഷനിലായിരിക്കരുത്. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്യാൻ തുടങ്ങണം നിങ്ങളുടെ ആ ഒരു ഗോളിന്, ആ ഒരു സമയം, അതായത് വെയിറ്റ് ലോസ് ജേർണി. ഇനി ഞാൻ പറയാൻ പോകുന്ന പോയിൻ്റാണ് ഏറ്റവും ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്. ഒന്ന്, ബാലൻസ് മീൽ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, അതാണ് ബാലൻസ്ഡ് മീൽ. അത് നിങ്ങൾ ചെയ്യാതെ നിങ്ങൾ എന്തൊക്കെ തലകുത്തി നിന്നാലും നിങ്ങൾക്ക് വെയിറ്റ് കുറയത്തില്ല കേട്ടോ. അപ്പോൾ ബാലൻസ്ഡ് മീലിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ എപ്പോഴും കഴിക്കുന്ന ഫുഡ് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മടുക്കത്തില്ല. നിങ്ങൾ പുതിയ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തു, ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്തു, ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഡെയിലി അത് തന്നെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മടുക്കും. നിങ്ങൾക്ക് പഴയ ഫുഡ്
തന്നെ കഴിക്കണമെന്ന് തോന്നും. അപ്പം നിങ്ങളുടെ ഫുഡിന് നമ്മുടെ മലയാളി ഫുഡ് ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ അത് തന്നെ കഴിച്ചുകൊണ്ട് നിങ്ങൾ ഡയറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം നിങ്ങൾ എൻ്റെ ഷോർട്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഡെയിലി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാം കഴിക്കുന്നത്. അത് കൂടുതലും ഞാൻ നമ്മുടെ ഫുഡ് തന്നെയാണ് കഴിക്കുന്നത്. കേരള മീൽസ് തന്നെയാണ് കഴിക്കുന്നത്. വല്ലപ്പോഴും ഒക്കെ ഉള്ളൂ ഞാൻ വേറെ വേറെ കഴിക്കാറുള്ളൂ. ഫുൾ ഡേ നിങ്ങളെടുത്താൽ 2 മീലും കേരള മീൽസ് ആയിരിക്കും, കേരള ഫുഡായിരിക്കും. ചിലപ്പോൾ ഒരു നേരം വല്ലതുമായിരിക്കും വേറെ രീതിയിലുള്ള ഫുഡ്. അപ്പം എനിക്ക് അതാണ് ഇഷ്ടം. അപ്പോൾ അത് തന്നെ കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് മനസ്സിലായോ? പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഷുഗർ വളരെയധികം കുറയ്ക്കുക. ഷുഗർ വളരെ ഫുൾ കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്. പക്ഷെ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ടൊന്നും ഷുഗർ കുറയ്ക്കാൻ പറ്റത്തില്ല. അതെൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം, ഒരു ദിവസം കൊണ്ടൊന്നും പറ്റത്തില്ല. അതായത് സ്ലോലി കുറയ്ക്കുക. ഇപ്പം നിങ്ങൾ 2 സ്പൂണിൽ ചായ കുടിക്കുന്ന ഒരാളാണെങ്കിൽ നാളെ അതൊരു 1.5 സ്പൂൺ ആക്കുക. ഒരു 2-3 ദിവസം 1.5 സ്പൂണിൽ കുടിക്കുക, പിന്നെ 1 സ്പൂണിൽ കുടിക്കുക, പിന്നെ 1/2 സ്പൂണിൽ കുടിക്കുക, അങ്ങനെ കുറയ്ക്കുക. ഞാൻ ഇപ്പോഴാണെങ്കിൽ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഞാൻ ഇടാറുണ്ട്. എല്ലാ ദിവസവും ഒരു ചായ ഞാൻ ഒരു കാപ്പി കുടിക്കും, അതിലൊരു 1/2 ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ ഞാൻ ഇടാറുണ്ട്. അന്ന് പറഞ്ഞ് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡെയിലി 2 ചായ അല്ല 3 ചായ, 2 ടീസ്പൂൺ പഞ്ചസാര ഓരോന്നില്ല. അപ്പോൾ അതാ പ്രശ്നം. അത് നിങ്ങൾ കുറയ്ക്കുക. അതുപോലെ തന്നെ വെളിയിൽ നിന്നുള്ള ഫുഡ് മാക്സിമം കുറയ്ക്കുക. വീട്ടിൽ തന്നെയുള്ള ഫുഡ് കഴിക്കാൻ നോക്കുക. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ അറിയാലോ, വെളിയിലെ ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത അറിയാലോ, കമ്പനി സാധനങ്ങളൊന്നും കഴിക്കാതിരിക്കുക. പിന്നെ അതുപോലെ കാർബ്സ് ഒത്തിരിയുള്ള ബ്രെഡ്, പിന്നെ കേക്ക്, അങ്ങനത്തെ ഐറ്റംസൊക്കെ നിങ്ങൾക്ക് നല്ലോണം കുറയ്ക്കുക കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഫുഡിനകത്തും നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? എല്ലാ ഫുഡിലും ഓയില്, അതുപോലെ തേങ്ങ നമ്മുടെ ഫുഡിലെല്ലാം ഉണ്ട്. അതൊക്കെ കുറയ്ക്കണം കേട്ടോ, നല്ലോണം കുറയ്ക്കണം. പിന്നെ അതുപോലെ നമ്മുടെ ഫുഡ് രാത്രിയിലെ അത് ഏർലി ഡിന്നർ നല്ലതെന്ന് പറയും. പക്ഷെ എനിക്കത് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ മാക്സിമം ഏർലി ഡിന്നർ, നിങ്ങളിപ്പോൾ 10 മണിക്ക് ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ ഒരു 6:30 7 മണി ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിന്നർ സ്റ്റോപ്പ് ചെയ്യണം. അത് മനസ്സിലായോ? പിന്നെ അത് കഴിഞ്ഞ് കഴിക്കാൻ പാടില്ല. പക്ഷേ ഇപ്പം നൈറ്റ് ഷിഫ്റ്റ് ഉള്ള ഒരാളാണ്, ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത്, ഒരു 12 മണി 1 മണിക്ക് ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ 7 മണിക്ക് കഴിച്ചാൽ പിന്നെ അവർക്ക് വിശക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം 11 മണിക്കാണെങ്കിൽ അതിനൊരു 3 മണിക്കൂർ 4 മണിക്കൂർ മുന്നേ തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ 11 മണിക്കാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര, 8 9 10 11 8 മണിക്ക് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം. 8 മണിക്ക് ഫുഡ് കഴിച്ചാൽ ആ ഒരു ഗ്യാപ്പ് കിട്ടും ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു 3-4 മണിക്കൂർ. അപ്പം നമുക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ ഉറങ്ങുന്നതിന് ഒരു 2 മണിക്കൂർ മുന്നെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ഡിന്നർ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കണം. എന്നാലേ അതിൽ ബലമുള്ളൂ. മനസ്സിലായോ? അങ്ങനെ ബലമുള്ളൂ. അപ്പം അതാണ് ചെയ്യേണ്ടത്. അത് ഏർലി ഡിന്നർ നിങ്ങൾ കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വ്യത്യാസം നിങ്ങളുടെ ബോഡിയിൽ കാണാൻ പറ്റും കേട്ടോ. ഇനി എല്ലാവർക്കും ഡൗട്ടുള്ളൊരു പോയിൻ്റാണ് പോർഷൻ കൺട്രോൾ. ഞാൻ എത്ര എടുക്കണം, എനിക്കറിയാം ഇതൊക്കെ കഴിക്കാം, പക്ഷേ ഇത് എത്ര അളവ് എടുക്കണം എന്നുള്ളത് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് നമ്മളുടെ കുറച്ച് ആപ്പുകൾ നമുക്ക് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം കേട്ടോ. ഞാൻ സാധാരണ എല്ലാ AI ടൂൾസും ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ChatGPTയോ അല്ലെ ജെമിനൈയോ അല്ലെങ്കിൽ മറ്റേ മെറ്റയോ എന്തെങ്കിലും, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാനുള്ളത് കൊണ്ടാണല്ലോ. അപ്പം നമ്മുടെ ബോഡി എന്തിനാണ്, നിങ്ങൾക്ക് എത്ര ഉണ്ട് ഹൈറ്റ്, നിങ്ങൾക്ക് ഇപ്പം എത്ര വെയിറ്റാണ്, നിങ്ങൾക്ക് ഇത്ര ഗോൾ എത്ര ആണ്, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് എല്ലാം എഴുതുക. പിന്നെ നിങ്ങൾ കഴിക്കാനുള്ള ഫുഡുകൾ ഇന്നതാണെന്ന് പറയാം. ഇതെല്ലാം പറയുമ്പോൾ ഇവർ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു മീൽ പ്ലാൻ ചെയ്തു തരും. പക്ഷെ അതുപോലെ നമുക്ക് എന്നും കഴിക്കാൻ പറ്റണമെന്നില്ല. ഇപ്പം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് തന്നെ ഇപ്പം ChatGPTയോ അല്ലെ ജെമിനിയോ എന്നൊക്കെ പറയണമെന്നൊന്നുമില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ വീട്ടിൽ രാവിലെ ചപ്പാത്തി മുട്ടക്കറിയോ അല്ലെങ്കിൽ പുട്ടും കടലയാണ്, അത് നമ്മൾ പറയുക. എന്നിട്ട് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മളിപ്പം 1 മാസം കൊണ്ട് 4 കിലോ കുറയ്ക്കാം എന്നത് അവരോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരതിനനുസരിച്ചുള്ള കലോറി കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് തരും. മനസ്സിലായോ? അപ്പം എന്നിട്ട് നമ്മൾ പറയുക, ഇതുപോലെ പുട്ടും കടലയാണ് ഇതിൻ്റെ കൂടെ ഞാൻ എന്തെങ്കിലും ആഡ് ചെയ്യണോ, അല്ലെങ്കിൽ ഇത് എത്ര പോർഷൻ എനിക്ക് കഴിക്കണം എന്നുള്ളത് പറയുമ്പോൾ അവർ തന്നെ സെറ്റ് ചെയ്ത് തരും. ഓക്കെ, നിങ്ങൾ പുട്ടാണെങ്കിൽ ഇത്ര 1/2 കപ്പ്,
കടലക്കറിയാണ് ഇത്ര ഇത് എമൗണ്ട്, ഇനി അതിൻ്റെ കൂടെ വെജിറ്റബിൾ ഇന്നതൊക്കെയാണ്, എൻ്റെ കയ്യിൽ വെജിറ്റബിൾ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളതെന്ന് ചോദിക്കുക. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എത്ര വെജിറ്റബിളാണ്, അപ്പോൾ അത് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ഇത് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇത് നിങ്ങൾ ഒരു ഒരാഴ്ച നിങ്ങളത് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു ടൂളിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ തന്നെത്താനെ അത് ആയിക്കോളും കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾ ഇച്ചിരി കഷ്ടപ്പെടണം, നിങ്ങളതൊന്ന് സെറ്റ് ചെയ്യാൻ, ആ പ്ലേറ്റ് സെറ്റ് ചെയ്യാൻ നിങ്ങളൊന്ന് കഷ്ടപ്പെടേണ്ടി വരും. കാരണം നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങളാരും ന്യൂട്രീഷനിസ്റ്റോ ഒന്നും അല്ലല്ലോ, അറിയത്തില്ല. അപ്പോൾ നിങ്ങളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ പ്ലേറ്റിൻ്റെ ഒരു പോർഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ പ്ലേറ്റിൻ്റെ പകുതിയും എന്തായിരിക്കണം, വെജിറ്റബിൾ ആയിരിക്കണം, എന്നാലേ വെയിറ്റ് കുറയുള്ളൂ കേട്ടോ. പ്ലേറ്റിൻ്റെ ഹാഫ് പോർഷന് നിങ്ങൾ എന്തെങ്കിലും ഒരു വെജീസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഫൈബർ ഇൻടേക്കുള്ള ഫുഡായിരിക്കണം കഴിക്കേണ്ടത്. ബാക്കി പകുതിയിലെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചോറ്, ചപ്പാത്തി, നിങ്ങളുടെ കാബ്സ് ആയിരിക്കണം. ബാക്കി പകുതി പ്രോട്ടീൻ ആയിരിക്കണം. മനസ്സിലായോ? അപ്പോൾ അത് എല്ലാ മീലിലും നിങ്ങൾ 3 നേരം കഴിക്കുമ്പോഴും അത് തന്നെ ആയിരിക്കണം പ്ലേറ്റ്. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നു, അപ്പോൾ എനിക്ക് സ്നാക്സ് കഴിക്കാമോ, ഫ്രൂട്ട്സ് കഴിക്കാമോ? അതൊക്കെ നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. അതൊക്കെ പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾ ചോദിച്ച് നിങ്ങൾ കഴിക്കേണ്ടി വരും. നിങ്ങളുടെ ഏതാണോ ടൂള് അവർ ChatGPT പിന്നെ ജസ്റ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും. അത് ഒരാഴ്ച അത് കഴിച്ചാൽ മതി. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, ഓക്കെ എനിക്ക് ഇത്ര കഴിക്കാവുള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് അത് ഐഡിയ വരും, മനസ്സിലായോ? അപ്പം ആ ഒരു പോർഷൻ കൺട്രോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ കേട്ടോ, നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ. ഓക്കെ. ഇനി വെയിറ്റ് ഗെയിൻ ആകുമ്പോൾ പ്ലേറ്റ് വേറെ രീതിയിലാണ് സെറ്റ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്യണം. ഇപ്പം വെയിറ്റ് ലോസിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്ന കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് മൂവ്മെൻറ്റ്. നിങ്ങൾ പലവരും ചോദിക്കും, ഓക്കെ ഡയറ്റ് മാത്രം ചെയ്താൽ പോരെ, എന്തിന് എക്സസൈസ് ചെയ്യണം, എക്സസൈസ് ചെയ്തില്ലെങ്കിൽ തന്നെ വെയിറ്റ് കുറയില്ലേ എന്ന്. കുറയുമായിരിക്കും, കുറയാനും സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കേണ്ടത് എന്താ പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആക്റ്റീവായിരിക്കും. ഡെയിലി നിങ്ങൾ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. ആക്ച്വലി ഒരാഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 1 മണിക്കൂറോ അല്ലെ 1.5 മണിക്കൂർ നടക്കുമായിരുന്നു. ഞാൻ എല്ലാ ദിവസവും 1.5 മണിക്കൂർ നടക്കുമായിരുന്നു. പക്ഷേ എല്ലാവർക്കും അതിന് സമയം കിട്ടത്തില്ല, അല്ലെ എല്ലാവർക്കും അതിനുള്ള സാഹചര്യമില്ല. നിങ്ങൾക്ക് വീട്ടിൽ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു 1/2-3/4 മണിക്കൂർ നിങ്ങൾ ചെയ്യുക. പക്ഷേ നിങ്ങൾ നടക്കുക മാത്രമാണെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾ അരമണിക്കൂർ നടക്കുക, അരമണിക്കൂർ എന്തെങ്കിലും സ്ട്രെങ്ത് ട്രെയിനിങ് അല്ലെ യോഗ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അതൊക്കെ നടക്കുന്നതുകൊണ്ട് മാത്രം നമുക്ക് സ്ട്രെങ്ത് കിട്ടത്തില്ല. നമ്മൾ എന്തെങ്കിലും അതിൻ്റെ കൂടെ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്നാലേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തെങ്കിലും സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുക. പ്രത്യേകിച്ച് സ്ത്രീകൾക്കറിയാമല്ലോ, ഒരു 30 വയസ്സൊക്കെ കഴിയാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ സ്ട്രെങ്ത് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മസിൽ മാസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ യോഗ. പിന്നെ അതുപോലെ പ്രോട്ടീൻ കറക്റ്റായിട്ട് കഴിക്കുക. എല്ലാ മീലിലും പ്രോട്ടീന് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം, എന്നാലേ പറ്റുള്ളൂ. ഞാൻ എല്ലാ മീലിലും എന്തെങ്കിലും ഒന്ന് എന്തായാലും കഴിക്കും കേട്ടോ. അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. ഇനി അടുത്ത കാര്യം ഉറക്കം. ഒരു കാര്യം കൂടെ പറയാൻ വിട്ടു. ഉറക്കത്തിൻ്റെ കാര്യം പറയുന്നതിന് മുന്നേ ഈ മൂവ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ മൂവ്മെൻറ്റ് കൊണ്ട് വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെറ്റബോളിസം നന്നായിട്ട് ആക്റ്റീവ് ആവും. മെറ്റബോളിസം ആക്റ്റീവായാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് പെട്ടെന്ന് ഡൈജഷൻ നടക്കും. അപ്പം നമ്മുടെ ആ ഒരു ഫുഡ് എന്താ പറയുന്നത്, ഫാറ്റ് ആവാതെ പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്ത് പോകും. ഇപ്പം നമ്മൾ പറയത്തില്ല, ചിലവരെന്ത് കഴിച്ചാലും വണ്ണം വെക്കത്തില്ല എന്ന് പറയത്തില്ല, കാരണം അവരുടെ മെറ്റബോളിസം വളരെ കൂടുതലായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ആ എക്സസൈസൊക്കെ നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെയാണ് അടുത്ത പോയിന്റ് ഉറക്കമാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഉറങ്ങണം. നിങ്ങൾ എത്രയൊക്കെ എക്സസൈസ് ചെയ്തു, എത്രയൊക്കെ ഡയറ്റ് ചെയ്തു, നിങ്ങൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ എല്ലാം പോയി. മനസ്സിലായോ? ഉറങ്ങിയില്ലെങ്കിൽ ഇന്ന് ഉറങ്ങിയില്ലെങ്കിൽ നിങ്ങൾ അടുത്ത ദിവസം നന്നായിട്ട് നിങ്ങൾക്ക് വിശക്കും, നിങ്ങൾ ആര് വലിച്ച് കഴിക്കാൻ തുടങ്ങും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ എല്ലാ ഡയറ്റും പോവും, നിങ്ങളുടെ മെറ്റബോളിസം ലോ ആവും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളൊരു 7 to 8 മണിക്കൂർ ഉറങ്ങുക.
പലർക്കും അത് പറ്റത്തില്ല. എനിക്കറിയാം ചിലർക്കൊക്കെ ജോലിയുടെ കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഉറങ്ങാൻ പക്ഷെ നിങ്ങൾ എങ്ങനെങ്കിലും സമയം കണ്ടെത്തി നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്താ പറയുക, ഒരു ക്വാളിറ്റി സ്ലീപ്പ്. ഇപ്പം നിങ്ങൾ 7 മണിക്കൂർ ഉറങ്ങിയുള്ളൂ, അത് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സ്ലീപ്പായിട്ട് മാറ്റുക കേട്ടോ. അപ്പം അത് എങ്ങനെയെങ്കിലും നോക്കാം. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റേ ഹൈഡ്രേറ്റഡ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ദിവസം നിങ്ങളുടെ ഓരോരുത്തരുടെ വെയിറ്റിനനുസരിച്ച് വേണം നിങ്ങൾ വെള്ളം കുടിക്കാൻ. ഇപ്പം ഒരാളുടെ അതിനൊരു റേഷ്യോ ഉണ്ട്, ഞാനത് ഇതിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ആ റേഷ്യോയിൽ നിങ്ങളെല്ലാവരും വെള്ളം കുടിക്കണം. എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് 70 കിലോ, എനിക്കൊരു 2.5-3 ലിറ്റർ ആയിരുന്നു കുടിക്കേണ്ടത്. ഞാൻ 2.5 ലിറ്റർ മാക്സിമം ഞാൻ കുടിക്കാറുണ്ടായിരുന്നു. 1 ലിറ്റർ പോലും തികച്ച് ഞാൻ കുടിക്കാത്ത ഒരാളായിരുന്നു. അങ്ങനെയുള്ള ഞാൻ 2.5 ലിറ്റർ വെള്ളം ഞാൻ കുടിക്കുന്നുണ്ടായിരുന്നു. അത് വളരെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. വെള്ളം കുടിക്കാത്തവരെ സംബന്ധിച്ച് ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു എനിക്ക്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എണ്ണിട്ടുടനെ ഞാൻ എൻ്റെ ഒരു കുപ്പിയുണ്ട്, ആ കുപ്പിയിൽ 1.25 ലിറ്ററോളം വരുന്നൊരു കുപ്പിയാണ്. അപ്പോൾ അത് ഞാൻ ആദ്യം ഫില്ല് ചെയ്യും. ഇത് ഞാൻ ഉച്ചയ്ക്ക് മുന്നേ ആ 1.25 ലിറ്റർ ഞാൻ കംപ്ലീറ്റ് ആക്കിയിരിക്കും എങ്ങനെയെങ്കിലും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ബാക്കി 1.25 അതെങ്ങനെയെങ്കിലും നമ്മുടെ ഡേ ഹാഫായിട്ട് തിരിച്ചിട്ട് അത് പകുതി എങ്ങനെയെങ്കിലും കുടിക്കാൻ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മെറ്റബോളിസവും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും. നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ഡൈജഷനും ഒക്കെ ഇമ്പ്രൂവ് ആവും കേട്ടോ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അത് ഞാൻ ചെയ്തതാണ്, പക്ഷെ അത് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ച് ഇരിക്കും കേട്ടോ. എങ്ങനെ നമ്മുടെ ഓരോ കാര്യങ്ങളും ട്രാക്ക് ചെയ്യുക എന്നുള്ളത്. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡെയിലി ഞാൻ എൻ്റെ വെയിറ്റ് വീഡിയോ എടുക്കും, വ്ളോഗിലിടും. പിന്നെ കഴിക്കുന്ന എല്ലാം വ്ളോഗിലിടും. അപ്പോൾ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു ഞാൻ എന്ത് കഴിക്കണം എന്നുള്ളത്. കാരണം ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടാണ് എല്ലാം ചെയ്തത്. അപ്പം ഒരിക്കലും എന്നിൽ നിന്നൊരു ബാഡ് ആയിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് വളരെ രീതിയിൽ ഞാൻ കോൺഷ്യസ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റാറ്റസ് ഇടാം, ഇല്ലെ വ്ളോഗ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആർക്കെങ്കിലും അയച്ചു കൊടുക്കാം. ഞാൻ അല്ലെങ്കിൽ ഞാൻ അമ്മയ്ക്കോ അച്ഛനോ ആർക്കെങ്കിലും അയച്ചു കൊടുത്ത് നിങ്ങൾക്ക് പറയാം, ഇന്ന ഇത്രയും കിലോ ഞാൻ കുറഞ്ഞിന്ന്. നിങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ ആരെങ്കിലും കാണുമല്ലോ, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഒരു മോട്ടിവേറ്റർ ഉണ്ടാവുമല്ലോ, അവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. അപ്പോൾ അവർ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ കോൺഷ്യസ് ആയിരിക്കും ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഡെയിലി വെയിറ്റ് എടുക്കുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലത് വീക്ക്ലി വൺസ് വെയിറ്റ് എടുക്കുകയായിരുന്നു. ഇനി അത് നിങ്ങൾക്ക് ഒരിതാണ് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 2-3 ദിവസം കൂടുമ്പോൾ വെയിറ്റ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്ക് ട്രാക്ക്. പിന്നെ ലാസ്റ്റിലത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ്. നമ്മളിതിന് റെഡി ആയിരിക്കണം. മനസ്സിലായോ? വേറെ ആരും പറയുന്നത് കേട്ടിട്ട് ഇത് ചെയ്യാൻ പോകരുത്. നമ്മളായിട്ട് തീരുമാനിച്ച് നമുക്ക് ശരിയാകണമെന്ന് തോന്നി നിങ്ങൾ ശരിയാക്കിയെടുക്കുക. പിന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങൾക്കിപ്പോൾ 1 കിലോ കുറഞ്ഞുള്ളെങ്കിൽ നിങ്ങളത് ഭയങ്കര ഹാപ്പി ആയിട്ട് എടുക്കണം. മനസ്സിലായോ? ഇനി കുറഞ്ഞില്ലെങ്കിലോ എന്നാൽ പോലും ഹാപ്പി ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ. അങ്ങനത്തെ നിങ്ങൾ എന്ത് മൊമെൻറ്റും ഹാപ്പി ആയിട്ട് ഫേസ് ചെയ്യാനായിട്ട് നിങ്ങൾ റെഡി ആയിരിക്കണം. അതാണ് ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം ഗേൾസിൻ്റെയോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമുക്ക് പീരീഡ്സ് ആവുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ഡയറ്റ് എടുത്താലും നിങ്ങളുടെ വെയിറ്റ് ചിലപ്പോൾ കുറയണമെന്നില്ല. മനസ്സിലായോ? വെയിറ്റ് കുറയത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പീരീഡ്സ് ആവുന്ന സമയത്ത് നമ്മൾ കുടിക്കുന്ന വെള്ളമെല്ലാം അവിടെ ഇങ്ങനെ സ്റ്റോറായിട്ട് കിടക്കും. അതായത് യൂറിനേറ്റ് ചെയ്ത് ഇരിക്കും. കാരണം നമ്മുടെ മെൻസ്ട്രസിന് വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ വാട്ടർ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എനിക്കതിനെ സയൻറ്റിഫിക് ആയിട്ട് അറിയില്ല, പക്ഷേ അത് നന്നായിട്ട് വെയിറ്റ് സ്റ്റക്കാവുന്ന ഒരു സമയമാണ് മെൻസ്. അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അതങ്ങ് കറക്റ്റ് ആയിക്കോളും. അതിനൊന്നും പേടിക്കേണ്ട. അതുപോലെ തന്നെ നമ്മൾ വെയിറ്റ് ലോസ് ജേർണി തുടങ്ങി ആദ്യത്തെ കുറച്ച് നാൾ പെട്ടെന്നായിരിക്കും നമ്മുടെ വെയിറ്റ് കുറയുക. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ വെയിറ്റ് ആയിരിക്കും. അതിന് ശേഷമായിരിക്കും കറക്റ്റായിട്ടുള്ള നമ്മുടെ വെയിറ്റ് കുറഞ്ഞു വരുന്നത്. അതായത് ആദ്യം റാപ്പിഡ് ആയിട്ടുള്ള വെയിറ്റ് ലോസ് ആണെങ്കിൽ പിന്നെ അത് സ്ലോ ഡൗൺ ആകാൻ തുടങ്ങും. അതും നിങ്ങൾ ടെൻഷൻ ആവരുത്. അതും അതിൻ്റെ വഴിക്ക് വിടുക. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക.
വെയിറ്റ് അതിൻ്റെ രീതിയിൽ കുറഞ്ഞോളും കേട്ടോ. അപ്പം ഇത്രയാണ് ഞാൻ നിങ്ങൾക്ക് പറയാമെന്ന് ഉദ്ദേശിച്ചത്. അപ്പം കുറേ പേര് ചോദിച്ചപ്പം എനിക്കിതങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. പിന്നെ എൻ്റെ ഒരു അനുഭവത്തിൽ പിന്നെ ഞാൻ കുറച്ച് പോയിൻ്റൊക്കെ എഴുതി വെച്ചിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് ഞാനിങ്ങനെ ഒരു വീഡിയോ ആക്കി കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ പറയണം കേട്ടോ. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചോദിക്കുക. എനിക്ക് അറിയാവുന്നതൊക്കെ ഞാൻ റിപ്ലൈയും ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വ്ളോഗിൽ കാണാമേ. താങ്ക് യു.